ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും അനലൈസ് ചെയ്ത് ആ ട്രാൻസാക്ഷൻസിൽ രേഖപ്പെടുത്തേണ്ട 2 അക്കൗണ്ടുകൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ പഠിച്ചു. ദെൻ ഈ 2 അക്കൗണ്ടുകളും ഏത് വിഭാഗത്തിൽപ്പെടുന്നു, അസറ്റ്സ് ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പഠിച്ചു. അതിനുശേഷം ഈ അക്കൗണ്ടുകളിൽ എന്തു സംഭവിക്കുന്നു, അക്കൗണ്ട് വർദ്ധിക്കുകയാണോ അല്ലെങ്കിൽ അക്കൗണ്ട് കുറയുകയാണോ എന്നുകൂടി മനസ്സിലാക്കാൻ പഠിച്ചു. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് റൂൾസ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് അറിയേണ്ടതുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അക്കൗണ്ട് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. കണക്ക് അല്ലേ? എന്തിനാണ് നമ്മൾ കണക്കെന്ന് പറയുന്നത്? ഒരു ഐറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നമ്മൾ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയാം. ഇറ്റ്സ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം. ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ആവാം, ബാങ്ക് ആവാം, എന്തും ആവാം അല്ലേ? അല്ലെങ്കിൽ എക്സ്പെൻസുകളായിട്ടുള്ള സാലറി, റെൻ്റ് എന്തും ആവാം അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഐറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നമ്മൾ ഒരു പേജിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ പേജിനെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ കണക്കെന്ന് പറയാം. വളരെ സിമ്പിളാണ് അല്ലേ? നമ്മൾ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഒരു പേജിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ പേജിനെ പിന്നെന്താ പറയുക? ക്യാഷിൻ്റെ കണക്ക് എന്ന് പറയും അല്ലേ? ഓക്കെ, അതാണ് കണക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ്, അതും കൂടി ഒന്ന് മനസ്സിലാക്കാം അല്ലേ? ഫോർമാറ്റ് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഒരു പേജിൽ നമ്മൾ എഴുതുക? നമ്മൾ ആ പേജിനെ 2 ഭാഗമായിട്ട് തിരിക്കും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിനെ ടി ഫോർമാറ്റ് എന്ന് പറയും അല്ലേ? ടി രൂപത്തിലാണ് അക്കൗണ്ടിനെ നമ്മൾ എന്താക്കി തിരിക്കും? ഒരു പേജിനെ 2 ഭാഗമായിട്ട് തിരിക്കും. ഇടത് ഭാഗത്തെ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡെന്നും വലതു ഭാഗത്തെ ക്രെഡിറ്റ് സൈഡെന്നും പറയും. സോ ഒരു അക്കൗണ്ടിന് 2 സൈഡുകളുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ഇനി മനസ്സിലാക്കുക, ടു ഡെബിറ്റ് മീൻസ്, ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാണ് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ടു ക്രെഡിറ്റ് മീൻസ്, ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കേണ്ടത്? ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ഈ കണക്കുകൾ എഴുതുമ്പോൾ നമ്മൾ ആ പേജിനെ 2 ഭാഗമായിട്ട് തിരിക്കുന്നു, ഡെബിറ്റ് സൈഡെന്നും ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക, ഓരോ അക്കൗണ്ടിനും 2 സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടതെന്നും ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടിങ് റൂൾസിലേക്ക് കടക്കാം. റൂൾസ് ഇങ്ങനെയാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഓരോ കാറ്റഗറിക്കും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം. കാറ്റഗറി എന്ന് പറയുമ്പോൾ 5 കാറ്റഗറി, 5 വിഭാഗമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം അല്ലേ? ഓക്കെ, ഇതിൽ ഓരോ കാറ്റഗറിയിലുള്ള അക്കൗണ്ടും അത് വർദ്ധിക്കുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഒരേ രൂപത്തിലുള്ള നിയമം വരുന്ന ഐറ്റത്തെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അസറ്റ്സും എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസുകൾ, അതിൻ്റെ നിയമം എന്താണെന്ന് പഠിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ അസറ്റ്സും എക്സ്പെൻസും ആദ്യം എഴുതിയത്? കാരണം അതിൻ്റെ 2ൻ്റെയും നിയമം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ? ഓക്കെ, അതിൻ്റെ 2ൻ്റെയും നിയമം എങ്ങനെയാണ്? വെൻ an asset account or an expense account increases, you have to debit. ഒരു അസറ്റ് ഐറ്റം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ഐറ്റം വർദ്ധിക്കുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. അതായത് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ് അല്ലേ? അപ്പോൾ അത് വർദ്ധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സാലറി
എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അത് വർദ്ധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഈ ഐറ്റംസ് ഡിക്രീസ് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്, കുറയുകയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ 2 കാറ്റഗറിയുടെ റൂള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ എളുപ്പം അല്ലേ? ഒന്നുകിൽ ഡെബിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ 2 കാറ്റഗറിയുടെ റൂൾ എങ്ങനെയാണ്? അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. ഇനി ബാക്കിയുള്ള 3 കാറ്റഗറി അതേതൊക്കെയാണ്? ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, അല്ലെങ്കിൽ ഇൻകം എന്നും പറയും അല്ലേ? റവന്യൂവിനെ നമ്മൾ എന്തുകൂടി പറയും? ഇൻകം എന്നും പറയും അല്ലേ? റവന്യൂ, ഇൻകം അല്ലെങ്കിൽ ഗെയിൻ, നേട്ടങ്ങൾ. ഇതിന് 3നും ഒരേ റൂളാണ്. അപ്പോൾ അതിനെ അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി അല്ലേ? അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളിത് പഠിക്കുക. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം അല്ലെങ്കിൽ റവന്യൂ, ഇതിന് 3നും ഒരേ റൂളാണ്. എന്താ റൂള്? ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് അല്ല ചെയ്യേണ്ടത്, യു ഹാവ് ടു ക്രെഡിറ്റ്. അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെബിറ്റും ചെയ്യണം. ഒരല്പം കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് വളരെ എളുപ്പമാണ് പഠിക്കാൻ അല്ലേ? നിങ്ങൾ അസറ്റ്സും എക്സ്പെൻസിൻ്റെയും റൂള് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മറ്റേ 3 കാറ്റഗറിയിലും അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ അസറ്റ്സും എക്സ്പെൻസുകളും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം എന്നാകുമ്പോൾ ബാക്കിയുള്ള 3 കാറ്റഗറി, അതായത് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ എന്നിവ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റുമാണ് ചെയ്യേണ്ടത്. ഈ റൂള് നിങ്ങൾ നാളെ വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഏതൊരു സമയത്തും നിങ്ങൾക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കോളങ്ങൾ വരച്ച് നന്നായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷനും അനലൈസ് ചെയ്ത് ഡെബിറ്റാണോ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത അതേ ട്രാൻസാക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ്ഡ് ബിൽഡിംഗ് വിത്ത് ക്യാഷ് ഫോർ ₹50,000. 50,000 രൂപ കൊടുത്ത് ബിൽഡിംഗ് മേടിച്ചു. ഓക്കെ, അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന 2 അക്കൗണ്ട് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബിൽഡിങ്ങും ക്യാഷുമാണ്. നിങ്ങൾക്കറിയാം അല്ലേ? ബിൽഡിങ്ങിലും റെക്കോർഡ് ചെയ്യണം, ക്യാഷിലും റെക്കോർഡ് ചെയ്യണം. നിങ്ങൾക്കറിയാം ബിൽഡിങ്ങും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. ശരിയല്ലേ? ഓക്കെ. ഇനി ബിൽഡിങ്ങിന് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ക്യാഷ് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. 2ഉം അസറ്റാണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അസറ്റിൻ്റെ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഡെബിറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. രണ്ടാമത്തത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, അത് ഡിക്രീസ് ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് വിഭാഗത്തിലുള്ള ഐറ്റം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വിഭാഗത്തിലുള്ള ഐറ്റം ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു പുതിയ കാര്യം കൂടി പഠിക്കാൻ പോവുകയാണ്. എന്താണ്? നിങ്ങൾ ഒരു അക്കൗണ്ടിലെ ഒരു ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ മറ്റേത് നിർബന്ധമായിട്ടും ക്രെഡിറ്റ് ആയിരിക്കും. 2ഉം ഒരുമിച്ച് ഡെബിറ്റ് വരില്ല, അല്ലെങ്കിൽ 2ഉം ഒരുമിച്ച് ക്രെഡിറ്റ് വരില്ല അല്ലേ? ഓക്കെ, സോ ദ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റഡ്. നിങ്ങൾ 50,000 രൂപക്ക് ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ തുല്യമായി 50,000 രൂപക്ക് വേറൊരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു ട്രാൻസാക്ഷനിൽ 50,000 രൂപ ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ വേറൊരു അക്കൗണ്ടിൽ 50,000 രൂപ നിങ്ങൾ ക്രെഡിറ്റ് സൈഡിലും എഴുതണം, നിർബന്ധമാണ് അല്ലേ? അങ്ങനെയേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ദ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റഡ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ അപ്പോൾ മറ്റേ അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അങ്ങനെയേ ട്രാൻസാക്ഷന് വരികയുള്ളൂ. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് കുറച്ചുകൂടി ട്രാൻസാക്ഷൻ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ട്രാൻസാക്ഷൻസ് തന്നെയാണ്. നമുക്കതിന് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിചയപ്പെടാം. ആദ്യം പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹10,000. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൽ റെക്കോർഡ് ചെയ്യേണ്ട 2 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഫർണിച്ചറിൻ്റെ അക്കൗണ്ടാണ്, രണ്ടാമത്തേത് ക്യാഷിൻ്റെ അക്കൗണ്ടാണ്. ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു. ഇൻക്രീസ് ചെയ്യുമ്പം അസറ്റിൻ്റെ റൂള് ഡെബിറ്റ് ചെയ്യും അല്ലേ. രണ്ടാമത്തെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, അത് ഡിക്രീസ് ചെയ്യാണ്. അപ്പോഴെന്താ ചെയ്യുന്നത്? ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കൂ, ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, മറ്റേ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് ഫർണിച്ചറിൻ്റെ 10,000 രൂപയ്ക്ക് നമ്മൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ 10,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റും ചെയ്യുന്നു. ശരിയല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് റെൻ്റാണ്, വാടക കൊടുത്താണ് അല്ലേ. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടേണ്ട 2 അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് റെൻ്റ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്, രണ്ടാമത്തത് ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. റെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടാണ് അല്ലേ. ഓക്കെ, അപ്പോൾ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് അവിടെ വർദ്ധിക്കുകയാണ് അല്ലേ. എക്സ്പെൻസിൻ്റെ റൂൾ എന്താണ്? വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അസറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഒരേ റൂളാണ്. സോ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് റെൻ്റാണ്, അത് എക്സ്പെൻസാണ്, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് ക്യാഷാണ്, അത് ഡിക്രീസ് ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഫൈൻ. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു അല്ലേ. അപ്പോൾ ഗുഡ്സ് മേടിക്കുമ്പം അത് പർച്ചേസസ് ആണ്, അത് എക്സ്പെൻസാണ്. എക്സ്പെൻസ് വർദ്ധിക്കുകയാണ് അല്ലേ. എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. സോ പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ യു ഹാവ് ടു ഡെബിറ്റ്. ഫൈൻ. അത് എങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത്? ക്യാഷ് കൊടുത്താൽ മേടിച്ചിട്ടുള്ളത് അല്ലേ. സോ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറിയാണ്. സാലറി കൊടുക്കുമ്പോൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ യു ഹാവ് ടു ഡെബിറ്റ്. ദെൻ സാലറി കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഓരോ ട്രാൻസാക്ഷൻ നോക്കൂ, ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ മറ്റേ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ അക്കൗണ്ട് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും എന്ന കാര്യം കൂടി നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 2 ആസ്പെക്റ്റും 2 അക്കൗണ്ടും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ ചെയ്ത അനാലിസിസ് എന്തായിരിക്കും, അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകും. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി ട്രാൻസാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ട്രാൻസാക്ഷൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ ഡെബിറ്റാണോ ക്രെഡിറ്റാണോ ചെയ്യേണ്ടതെന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് കൊടുത്ത് ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, അതേസമയം ക്യാപിറ്റലും വർദ്ധിക്കുകയാണ് അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ വിഭാഗത്തിലുള്ള ഐറ്റം ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് അല്ല ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റാണ് ചെയ്യേണ്ടത് അല്ലേ. ക്യാപിറ്റൽ, ലയബിലിറ്റി, അതുപോലെ തന്നെ ഇൻകം, ഇതിൻ്റെ മൂന്നിൻ്റെയും റൂളും ഓപ്പോസിറ്റാണ് അല്ലേ. ഓക്കെ, ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അരുൺ. അരുണിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം മേടിച്ചു അല്ലേ. അപ്പോൾ ഗുഡ്സ് മേടിച്ചു എന്ന് പറയുമ്പോൾ പർച്ചേസസ് ആണെന്ന് അറിയാം. ആ പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ യു ഹാവ് ടു ഡെബിറ്റ് ദ പർച്ചേസസ് അക്കൗണ്ട്. ദെൻ കടത്തിനാണ് മേടിക്കുന്നത്, കടം വർദ്ധിക്കുകയാണ്. അരുൺ എന്ന് പറയുന്ന ക്രെഡിറ്ററായിട്ടുള്ള ലയബിലിറ്റി വർദ്ധിക്കുകയാണ്. ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. സോ അരുൺ എന്ന് പറയുന്ന അക്കൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ഫൈൻ. പിന്നീട് പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്. ഇവിടെ മെഷീനറിയും ക്യാഷുമാണ്. മെഷീനറി എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുകയാണ്. സോ വർദ്ധിക്കുമ്പോൾ മെഷീനറിയെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുകയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് പെയ്ഡ് ക്യാഷ് ടു അരുൺ. അരുണിന് ക്യാഷ് കൊടുത്തു. അപ്പോൾ അരുൺ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്, ക്രെഡിറ്ററാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ അരുണിന് ക്യാഷ് കൊടുക്കുമ്പോൾ ലയബിലിറ്റി കുറയുകയാണ്.
അപ്പോൾ അരുൺ എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ദെൻ നിങ്ങളുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കുറയുന്നുണ്ട്. അസറ്റ് കുറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ. ദെൻ അടുത്തത് സോൾഡ് ഗുഡ്സ് ടു സതീഷ് ഓൺ ക്രെഡിറ്റ്. സതീഷിന് കടത്തിന് സാധനം വിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സതീഷ് എന്ന് പറയുന്ന ഡെപ്റ്റർ ആയിട്ടുള്ള അസറ്റ് ഉണ്ടാവുകയാണ്. സോ സതീഷ് എന്ന് പറയുന്ന അസറ്റ്, ഡെപ്റ്റർ ആയിട്ടുള്ള അസറ്റ് വർദ്ധിക്കുകയാണ്. സോ സതീഷിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. പിന്നീട് സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. സാധനങ്ങൾ വിൽക്കുകയാണ്. സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ വർദ്ധിക്കുകയാണ്. റവന്യൂ വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. സോ സതീഷ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നു. സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുന്നു. അടുത്തത് പെയ്ഡ് സാലറിയാണ്. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് വർദ്ധിക്കുന്നു. സോ യു ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. ദെൻ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ക്രെഡിറ്റും ചെയ്യാം. പിന്നീട് റിസീവ്ഡ് ക്യാഷ് ഫ്രം സതീഷ്. സതീഷ് എന്ന് പറയുന്ന ഡെപ്റ്റർ ആയിട്ടുള്ള ക്യാഷ് തരാനുള്ള ആൾ ക്യാഷ് തരികയാണ്. സോ ക്യാഷ് തരുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ യു ഹാവ് ടു ഡെബിറ്റ് ദ ക്യാഷ് അക്കൗണ്ട്. ദെൻ സതീഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുകയാണ്. സോ അസറ്റ് കുറയുന്ന സമയത്ത്, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സതീഷിനെ നിങ്ങൾ ക്രെഡിറ്റും ചെയ്യാം. ഈ രൂപത്തിൽ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് ഡെബിറ്റ് ചെയ്യുകയാണോ വേണ്ടത്, ക്രെഡിറ്റ് ചെയ്യുകയാണോ വേണ്ടതെന്ന് മനസ്സിലാക്കുകയാണ് റെക്കോർഡിങ്ങിലെ അടിസ്ഥാനം. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ജേണൽ എഴുതുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൂടുതൽ ട്രാൻസാക്ഷൻ പരിചയപ്പെട്ട് അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് ഇച്ചിരി കൂടുതൽ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കി എഴുതി എനിക്ക് അയച്ചു തരിക. നിങ്ങളുടെ സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിച്ച് ക്ലിയർ ചെയ്ത് കൂടുതൽ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതിലാദ്യം കൊടുത്തിട്ടുള്ളത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് കൊടുത്ത് ബിസിനസ് തുടങ്ങി. ദെൻ രണ്ടാമത്തത് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് 50,000 രൂപ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷിൻ്റെ എന്ന് പറയുന്ന അസറ്റും ബാങ്ക് എന്ന് പറയുന്ന അസറ്റുമാണ് അവിടെ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാം. ദെൻ പർച്ചേസർ കമ്പ്യൂട്ടർ ഫോർ ക്യാഷ് കൊടുത്ത് കമ്പ്യൂട്ടർ മേടിച്ചു. ദെൻ പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷിന് സാധനങ്ങൾ വിറ്റു. പെയ്ഡ് ടെലിഫോൺ ചാർജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് 250 രൂപ കൊടുത്തു. പർച്ചേസർ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം സുമേഷ് എന്ന ആളുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം മേടിച്ചു. ടുക്ക് എ ബാങ്ക് ലോൺ, ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു 1,00,000 രൂപ. പെയ്ഡ് ക്യാഷ് ടു സുമേഷിന് 50,000 രൂപ ക്യാഷ് കൊടുത്തു. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് സുധാകർ എന്ന് പറയുന്ന വ്യക്തിക്ക് 40,000 രൂപക്ക് കടത്തിന് സാധനങ്ങൾ വിറ്റു. റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം, വരുമാനം 5,000 രൂപ ക്യാഷായിട്ട് ലഭിച്ചു. റിസീവ്ഡ് ക്യാഷ് ഫ്രം സുധാകറിൻ്റെ കയ്യിൽ നിന്ന് 40,000 രൂപ ക്യാഷ് ലഭിച്ചു. ക്യാഷ് പർച്ചേസസ്, എന്താ ക്യാഷ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു എന്നാണ് അതിനർത്ഥം. അതിന് ഷോർട്ടായിട്ടാണ് എന്ത് പറയാം, ക്യാഷ് പർച്ചേസസ് എന്ന് പറയാം. സോ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു 10,000 രൂപക്ക്. ദെൻ ക്യാഷ് സെയിൽസ്, എന്താ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്യാഷിന് സാധനങ്ങൾ വിറ്റു അല്ലേ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് അതിൻ്റെ അർത്ഥം, ക്യാഷ് സെയിൽസ്. ഓക്കെ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കി അത് ഒരു ചാർട്ട് രൂപത്തിൽ വരച്ച് നീറ്റായിട്ട് വരച്ച് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. And I think it's high time to say goodbye. Have a nice day. Thank you.